പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 6 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ സഭ ആദിമ നൂറ്റാണ്ടിൽ ശക്തമായി വളരുകയാണ്. സഭ വളരുമ്പോൾ സഭയ്ക്കകത്ത് അല്പം പ്രയാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടാവും. അങ്ങനെ യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പന്തിരുവരെ വിളിച്ചു വരുത്തി ഒരു തീരുമാനത്തിലെത്തുകയും മേശമേൽ ശുശ്രൂഷിപ്പാനായി ദൈവകൃപയും ആത്മാവും ദൈവിക ആത്മീയ ചൈതന്യവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുക്കുന്നു. അതിലൊന്നാമനായി സ്തേഫാനോസ് മുന്നിട്ട് നിൽക്കുന്നു. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്തേഫാനോസ് ദൈവ ആത്മാവിൽ നിറയപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. ഇങ്ങനെ സ്തേഫാനോസ് ദൈവകൃപയിൽ ആശ്രയിച്ച് ശക്തമായ ശുശ്രൂഷ ചെയ്തപ്പോൾ നിശ്ചയമായും മറ്റുള്ളവർ അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അത് അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാർ, ആസിക്കാർ, അലക്സാന്ദ്രിയക്കാർ, കിലിക്കിയർ എന്ന് വേണ്ട ഇവരൊക്കെ കൂടി സ്തേഫാനോസിനോട് തർക്കിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ തർക്കിക്കുവാൻ വന്നപ്പോൾ അവർക്കാർക്കും സ്തേഫാനോസിനോട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 10-ാം വാക്യം. എന്താണ് കാരണം? സ്തേഫാനോസിൽ ദൈവകൃപ, പരിശുദ്ധാത്മാവ്, സ്വർഗീയ ജ്ഞാനം എന്നിവയാൽ നിറയപ്പെട്ട വ്യക്തിയായിരുന്നതുകൊണ്ട് അവർക്കാർക്കും സ്തേഫാനോസിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ വിചാരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം, ഉന്നത ജോലി, ലോകപ്രകാരം ഉന്നത കുലജാതർ എന്ന് വേണ്ട നമ്മൾ പൊതുവായി ചാർത്തിക്കൊടുത്തിരിക്കുന്ന കുറെ ലേബലുകളും സ്ഥാനമാനങ്ങളുമുണ്ട്. ഇവയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാമായി, എല്ലാം തികഞ്ഞു, എല്ലാത്തിൻ്റെയും മുകളിലുള്ള ആളാണ് എന്നൊരു വിചാരം പൊതുവെ മനുഷ്യർക്കിടയിൽ ഇന്നുമുണ്ട്. വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് ഈ വാക്യത്തിന്റെ അന്വർത്ഥമായ സംഭവങ്ങളാണ്. എന്നാൽ ലോകപ്രകാരം ഒന്നും സ്തേഫാനോസിന് പറയാനില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നത് കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ പല നിലകളിൽ വന്ന് തർക്കിക്കുവാൻ അടുത്തപ്പോൾ സ്തേഫാനോസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്
ഉന്നത വിദ്യാഭ്യാസം നിശ്ചയമായും കൊടുക്കണം. പ്രത്യേകിച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ നൽകണം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഒന്നാമതായി പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തി കൊടുക്കേണ്ടത് ദൈവവചനമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പഠിക്കുവാനോ ജോലിക്കോ കുടുംബസ്ഥരായിട്ടോ മൈഗ്രേറ്റ് ചെയ്തോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എവിടെയായിരുന്നാലും അവരെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവരെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം അവരിൽ രൂഢമൂലമായിരിക്കുന്നത് ഈ ലോകത്തിന്റെ യൂണിവേഴ്സിറ്റി കൊടുത്തതോ പാഠപുസ്തകങ്ങൾ കൊടുത്തതോ അവർ അസൈൻമെന്റ്സ് ചെയ്തതോ അവർ തീസിസ് സബ്മിറ്റ് ചെയ്തതോ അവര് പ്രാക്ടിക്കൽ വർക്കിൽ കൂടെ നേടിയെടുത്തതോ ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതും ആർക്കും ലഭിക്കാത്തതും ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്തതും ഏറ്റവും ഉന്നതവും ഉദാത്തവും ശ്രേഷ്ഠമേറിയതുമാണ്. അതേ പ്രിയമുള്ളവരെ, അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്നവർ, സ്വയം നാം അതൊന്നാമതായി പ്രാപിക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് അത് പകരുകയും വേണം. നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ അടുത്ത തലമുറയിലേക്ക്. അതെ, ഇന്ന് ദൈവവചനവും ആത്മാവും ആരാധനയും പ്രാർത്ഥനയും നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ സ്തേഫാനോസിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. സ്തേഫാനോസിൽ നിറഞ്ഞ ദൈവകൃപ, ആത്മാവിന്റെ അഭിഷേകം, സ്വർഗീയ ജ്ഞാനം നമ്മുടെ തലമുറകളിൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ മക്കളെ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്തേഫാനോസിന് ലഭിക്കപ്പെട്ട ഈ ദൈവകൃപ എന്റെ മകന്, എന്റെ മകൾക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വല്യപ്പച്ചമാരെ, വല്യമ്മച്ചിമാരെ, നിങ്ങളുടെ കൊച്ചുമക്കൾ ഉന്നതരാകണം, നിശ്ചയമായും വേണം. എന്നാൽ അവർ ദൈവവചനവുമായും സമ്പന്നരായി തീരണം. ആ കാര്യത്തിൽ നാം മുൻപന്തിയിൽ നിൽക്കണം. ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കണം. അവരെ അത് ശീലിപ്പിക്കണം. വായിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ സ്തേഫാനോസിനെതിരെ ആരൊക്കെ വന്നിട്ടും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദൈവകൃപയിൽ നിലനിന്നതുപോലെ നമുക്കും ഈ നൂറ്റാണ്ടിൽ ഈ ദൈവകൃപയില്ലാതെ നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സ്തേഫാനോസിന്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അടുത്ത വാക്യങ്ങൾ നാം കാണുന്നത് സ്തേഫാനോസിനെതിരെ ഗൂഢാലോചന ചെയ്ത് ആൾക്കാരെ വശത്താക്കി സ്തേഫാനോസിനെതിരായി കള്ളസാക്ഷ്യം പറയിപ്പിച്ചു. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ എന്ത് നേരിടേണ്ടി വന്നാലും ന്യായാധിപ സംഘം ഉറ്റുനോക്കിയപ്പോൾ സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ വിളങ്ങിയതായി അവർ കണ്ടു. ഒരു ദൈവ പൈതലിനെ, കുടുംബത്തെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും തേജോവധം ചെയ്താലും അവരുടെ മുഖം ശോഭിച്ചിരിക്കും. കാരണം അവർ ഈ ലോകത്തിൽ നിന്ന് നേടിയതൊന്നുമല്ല ഇത് ശ്രേഷ്ഠവും ദിവ്യവുമായത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും ലഭിച്ചതാണ്. അതിനെ മായ്ച്ചു കളയുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയും അവന്റെ കൂട്ടാളികൾക്കും കഴിയുകയില്ല. താൽക്കാലികമായൊരു പ്രയാസം ഉണ്ടാക്കിയേക്കാം, പക്ഷേ അതിശക്തമായി മടങ്ങി വരുന്ന ദൈവകൃപയാണ് എന്നിലും നിങ്ങളിലും സ്വർഗത്തിലെ ദൈവം വിണ്ണിൽ നിന്നും ഈ മൺ ശരീരത്തിലേക്ക് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്തേഫാനോസിന്റെ വ്യാപരിച്ച ദൈവകൃപ നമ്മിലും കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറയിലും വ്യാപരിച്ചുകൊണ്ട് അതിശക്തമായി ഇന്നിന്റെ പ്രതികൂലങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ കർത്താവിന് വേണ്ടി ധീരസാക്ഷികളായി
നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഉന്നതമായ നിലയിൽ കർത്തൃവേലയിലായിരിക്കാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്ന സ്തേഫാനോസിന്റെ ജീവിതത്തിന്റെ ഏറ്റവും മഹത്വമേറിയ കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ ഇടയായല്ലോ. ആരെല്ലാം ഞങ്ങൾക്കെതിരായി ഏതെല്ലാം വിധങ്ങളിൽ പ്രവർത്തിച്ചാലും അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാൻ പറ്റാത്ത വിധത്തിലുള്ള സ്വർഗീയ ജ്ഞാനം, ദൈവകൃപ, ആത്മാവ് ഞങ്ങളുടെ മേൽ തരുമെന്ന് സ്തേഫാനോസിന്റെ അനുഭവം തെളിയിപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, പ്രതികൂലമേറിയ ജീവിതയാത്രയിൽ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അനുകൂലമാകണമേ. പലപ്പോഴും ഞങ്ങളെ തകർക്കുവാൻ, വാക്കിൽ കുടുക്കുവാൻ, ജീവിതത്തെ പിടിച്ചുകെട്ടുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്ക് നൽകി സ്തേഫാനോസിനെ പോലെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, സ്തേഫാനോസിന്റെ അനുഭവം നമുക്കും നമ്മുടെ കുടുംബത്തിനും കർത്താവിന്റെ രണ്ടാം വരവ് വരെ നമ്മുടെ അടുത്ത തലമുറകൾക്കും ഉണ്ടാകട്ടെ. അങ്ങനെ സാക്ഷ്യവും അനുഗ്രഹവുമുള്ള ഒരു ജയജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിലും ഈ ദൈവശക്തി തികവേറിയതാണ്, ശക്തമാണ്, തികവുറ്റതാണ്. അങ്ങനെ അതിജീവിച്ച് സ്തോത്രത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.